ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ വിശേഷങ്ങളിലേക്കാണ്. കേരളത്തിലെ ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി പരാജയപ്പെട്ടെന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ വിമർശനം. ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധിയാണ് വിമർശനം ഉന്നയിച്ചത്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിലും പൊതുചർച്ച തുടരുന്നു. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, അവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ചർച്ചകൾ നടക്കുമ്പോൾ പല കാര്യങ്ങളും വരുന്നു. അതിൽ സ്വയം വിമർശനമുണ്ട്. ഒപ്പം തന്നെ പലരും ചില പ്രശ്നങ്ങൾ, ചിലയിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ അത് പ്രചരിപ്പിക്കുന്നു. അത് പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള അത് ലക്ഷ്യത്തിലെത്തുന്ന രീതിയിലുള്ളൊരു പ്രചരണം അത് നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വരുന്നു. എപ്പോഴും ഒരു പാർട്ടിയിൽ സ്വയം വിമർശനം നല്ലതാണ്. അതിനെ അതിൻ്റെ പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കുന്നതും നല്ലതാണ്. കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഊർജ്ജമാകും അതല്ലേ? സ്മിത, CPIMന്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടുമേലുള്ള പൊതുചർച്ച തുടരുകയാണ്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ട ആദ്യ സെഷനിൽ മൊത്തം 18 പേരാണ് സംസാരിച്ചത്. കേരളത്തിൽ നിന്ന് KK രാഗേഷാണ് ഈ പൊതുചർച്ചയിൽ ആദ്യമായി സംസാരിച്ചത്. കേരളം ഒരു ഇടത് വികസന മാതൃക മുന്നോട്ട് വെക്കുന്നു. അത് രാജ്യത്തിനാക്ക മാതൃകയാണ്. K-ഫോൺ, K-സ്മാർട്ട് തുടങ്ങിയ പദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് KK രാഗേഷ് കേരളത്തിൻ്റെ ഇടത് ബദൽ വികസന മാതൃകയെപ്പറ്റി സംസാരിച്ചത്. ഇത് രാജ്യത്താകെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സ്ഥലങ്ങളിൽ ഒരു ബദൽ സാധ്യമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി എടുത്തു കാട്ടാൻ കഴിയുന്നത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഭരണമാണ് എന്നാണ് KK രാഗേഷ് പറഞ്ഞത്. തുടർന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ബ്രിജ്ലാൽ ഭാരതി എന്ന പ്രതിനിധിയാണ് ഈ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ പറ്റി ഇവിടെ പറയുന്നു. എന്നാൽ അത്തരമൊരു വികസന നേട്ടത്തെപ്പറ്റി രാജ്യത്തെ മറ്റു ഭാഗത്തെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന്, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു, പരാജയം സംഭവിച്ചു എന്ന വിമർശനമാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബ്രിജ്ലാൽ ഭാരതി മുന്നോട്ട് വെച്ചത്. മൊത്തം 18 പേരാണ് ഉച്ചയ്ക്ക് 1:30 വരെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ സെഷൻ ആരംഭിച്ചിട്ട് 10 മിനിറ്റായി. ഇനി കേരളത്തിൽ നിന്ന് 3 പേർ കൂടി സംസാരിക്കും. അത് നാളെ ഉച്ചയ്ക്ക് 1:30 വരെ ഈ ചർച്ച തുടരും. ആ ചർച്ചയിൽ കേരളത്തിലാകെ അനുവദിച്ചിരിക്കുന്നത് 46 മിനിറ്റാണ്. അതിൽ മൊത്തം 5 പേരാണ് മന്ത്രി MP രാജേഷ് അടക്കം 5 പേരാണ് കേരളത്തിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. ഇതുവരെ KK രാഗേഷ് മാത്രമാണ് സംസാരിച്ചു കഴിഞ്ഞത്. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം മധുരയിൽ നിന്ന് ചേർന്നത്.